മനേറാസ് ബോക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് എളുപ്പത്തിലൊരു ഫിഷ് മുഗളായി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം കുറച്ച് എനിക്ക് വറ്റ കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഏതെങ്കിലും നല്ല ദശക്കട്ടിയുള്ള ഫിഷ് എടുത്താലും മതിയാകും. ഇതൊരു 3/4 കിലോ ഇരിക്കും. ഞാൻ ക്ലീൻ ചെയ്ത് കുറച്ച് ഉപ്പിട്ട് ഒരു 10 മിനിറ്റെങ്കിലും ഒന്ന് വയ്ക്കണം നിങ്ങൾ ഉപ്പിട്ട്. അപ്പോൾ ഇതിനായിട്ട് കുറച്ച് മസാല വേണം നമുക്ക്. അപ്പോൾ അതിനായിട്ട് ഞാനിപ്പം കുറച്ച് ഇഞ്ചി, ഇത്രയും ഇഞ്ചി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് വെളുത്തുള്ളി കുറച്ച് കൂടുതൽ എടുക്കുക. അതായത് ഒരു 2 ടേബിൾ സ്പൂൺ വരും. ഇത് കട്ടയാണെങ്കിൽ ഒരു വലിയ ഉണ്ട എടുത്തിട്ടുണ്ട്. ഒരു വലിയ ഉണ്ടയാണിത്. ഒരു 1-1.5 ഉണ്ട പോലെ ഇരിക്കും. പിന്നെ ഒരു 1/2 കപ്പ് പുതിന ഇലയും 1/2 കപ്പ് മല്ലി ഇലയും എടുത്ത്, ഇത്രയല്ല എടുക്കണത്, 1/2 കപ്പാണ് എടുക്കണത്. അപ്പോൾ 1/2 കപ്പ് പുതിന ഇല, 1/2 കപ്പ് മല്ലി ഇല, കുറച്ച് മഞ്ഞൾപ്പൊടി, ഇത്രയും ഇട്ട് നമുക്കൊന്ന് മിക്സി ജാറിലിട്ട് അരച്ചിട്ട് വരാം. ഞാൻ ഇപ്പോൾ പാനിൽ ഓയിൽ ചൂടാകാൻ വെച്ചിട്ടുണ്ട്. ഒരു 2 to 3 ടേബിൾ സ്പൂൺ വരെ എടുക്കുക. അതിലേക്ക് ഒരു 2 മീഡിയം സൈസ് സവോള നമുക്കൊന്ന് കളർ ചേഞ്ച് ആകാതെ നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്യാം. ഒരു ശകലം ഓയിൽ ഞാൻ കൂടുതലാണ് എടുത്തിട്ടുള്ളത്. എന്ന് പറഞ്ഞാൽ കളർ ചേഞ്ച് ആകാതെ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആവശ്യത്തിന് ഉപ്പിട്ട് ഫ്രൈ ചെയ്യാം. അപ്പം നമ്മുടെ ഓണിയൻ ആണെങ്കിൽ കുറച്ച് ഫ്രൈ ആയിട്ടുണ്ട്, കളർ മാറിയിട്ടില്ല, പക്ഷേ ഫ്രൈ ആയിട്ടുണ്ട്. ഇത് നിങ്ങൾ ഓണിയനിൽ ഉപ്പിടുമ്പോൾ ശ്രദ്ധിച്ച് വേണം. എന്ന് പറഞ്ഞാൽ മീനിൽ നമുക്ക് ഉപ്പിട്ടാണ് വെച്ചിരിക്കുന്നത് അവിടെ. ഇതിലിപ്പോൾ ഒരു 1/4 മുതൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. നിങ്ങൾ ആ മല്ലിയിലേക്ക് അരയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പം ഇടണ്ട. ഞാൻ മല്ലിയിലയും പുതിന ഇലയും അരയ്ക്കുമ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ടില്ലായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഇട്ടത്. അപ്പോൾ ഇതൊന്ന് പച്ച സ്മെൽ പോയിട്ട് നമുക്ക് നമ്മുടെ മെയിൻ ഇൻഗ്രീഡിയൻസ് അരച്ച് വെച്ചിരിക്കുന്നുണ്ട്. അതായത് ഇത് മല്ലിയിലയും പുതിന ഇലയും അല്പം ഇഞ്ചിയും വെളുത്തുള്ളിയുമാണ് അരച്ച് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഞാനിപ്പോൾ 1/2 കപ്പല്ല, ഒരു ശകലം കൂടുതലാണ് എടുത്തിട്ടുള്ളത്. മല്ലിയിലയും പുതിന ഇലയും അതിൻ്റെ ഫ്ലേവർ എനിക്ക് ഇഷ്ടമായതുകൊണ്ട്. പക്ഷേ അതിൻ്റെ നല്ല ടേസ്റ്റാണ്. നിങ്ങൾ 1/2 കപ്പിനേക്കാളും കുറയരുത്, കൂടിയാൽ കുഴപ്പമില്ല, അതുകൊണ്ടാണ് പറയണത്. ഇപ്പോൾ നമുക്കിതിലേക്ക് ഈ മസാല കൂടെ ഇട്ടൊന്ന് ഫ്രൈ ചെയ്യാം. ഇത് നല്ല ഫ്രൈ ചെയ്യണം, അതായത് അതിൻ്റെ പച്ച സ്മെൽ പോണത് വരെ ഫ്രൈ ചെയ്യണം. ഇവിടെ ഈ കാര്യം നല്ല ശ്രദ്ധിക്കണം നിങ്ങൾ. പച്ച സ്മെൽ പോണത് വരെ നല്ല ഫ്രൈ ചെയ്യുക. ഇപ്പോൾ നമ്മുടെ മസാല മൊരിഞ്ഞിട്ടുണ്ട്, എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. കണ്ട മസാല മൊരിഞ്ഞ് വരുമ്പോഴാണ് എണ്ണ തെളിയുന്നത്. പക്ഷെ കുറച്ചുകൂടെ മൊരിയാം. അതായത് നല്ല പച്ച സ്മെൽ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് പോകണമെങ്കിൽ അത് നല്ലപോലെ മൊരിയണം. ഇതിനൊരു ശകലം ഓയിൽ ഞാൻ നേരത്തെ കൂടുതലാണ് ഒഴിച്ചത്. ഇത് കറക്റ്റായിരിക്കും. നിങ്ങൾ 2 to 3 ടേബിൾ സ്പൂൺ വരെ ഓയിൽ ഉണ്ടാക്കുകയാണെങ്കിൽ ഇത് കറക്റ്റായിരിക്കും. ഇപ്പോൾ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇടാം. ഇതും കൂടെ മിക്സ് ചെയ്ത് കുറച്ചുകൂടെ ഒന്ന് മൂപ്പിക്കാം. നിങ്ങൾ കാശ്മീരി ചില്ലി ഇടുകയാണെങ്കിൽ നല്ല കളറായിരിക്കും. നിങ്ങളുടെ എരിവിന് ആവശ്യത്തിന് ഇടുക. അതായത് നമുക്ക് ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ നേരത്തെ എടുത്തിട്ടുണ്ട് അരയ്ക്കുമ്പോൾ. കുറച്ചുകൂടെ മൂപ്പിക്കാം. മൂപ്പിച്ചിട്ട് നമുക്ക് 2 മീഡിയം സൈസ് തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ഇടാം. അപ്പോൾ നമ്മുടെ മുളക് പൊടിയും കൂടെ മൂത്തിട്ടുണ്ട്. നല്ല മണം വരുന്നുണ്ട്. ഇവിടെ മല്ലിയിലയുടെയും പുതിനയുടെയും നല്ല ഫ്ലേവറാണ്. ഇതിലേക്ക് ഞാനിപ്പം 2 ടൊമാറ്റോ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മീഡിയം സൈസ് ടൊമാറ്റോ, അതുകൂടെ ഇടാം. ഇതുകൂടെ നല്ല ഫ്രൈ ആകണം, അതുവരെ ഒന്ന് മൂപ്പിക്കാം നമുക്ക്. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ മനേറാസ് ബോക്സിൻ്റെ സൈഡിൽ റെഡ് കളറിൽ സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട്. അത് ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ബെൽ ബട്ടൺ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ വരും. അതുകൂടെ ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞങ്ങളുടെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് കറക്റ്റായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ മസാലകൾ നല്ലപോലെ ഒന്ന് മൊരിഞ്ഞിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ഈ മല്ലിയിലയും പുതിന ഇലയും അതൊക്കെ ഈ മസാലകൾ വഴറ്റാനാണ് കുറച്ച് സമയം എടുക്കുന്നത്. അതായത് അതിൻ്റെ പച്ച സ്മെൽ പോണത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തന്നെ പെർഫെക്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാം ശരിയായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ഫിഷ് ഇടാം. ഫിഷ് ഇട്ടിട്ട് പൊടിയാതെ ഒന്ന് ഇളക്കി കൊടുക്കുക. അതായത് ആ മസാലയിൽ ഫിഷ് നല്ലവണ്ണം പിടിക്കണം. നമ്മൾ പൊതിഞ്ഞിരിക്കുന്ന രീതിക്ക് പതുക്കെ ഒന്ന് മിക്സ് ചെയ്ത് അത് മസാലയും ഫിഷുമായിട്ടൊന്ന് നമുക്ക് മൂപ്പിക്കാം. ഇപ്പം ഞാൻ ഇതിലേക്ക് ഒരു 6 to 8 വരെ പച്ചമുളക് ഇടാം. പച്ചമുളക് ഇങ്ങനെ ഇവിടെ കീറിയിട്ടാണ് ഇടണത്. കണ്ടോ, ഇത്ര മാത്രമാണ് കീറുന്നത്, ഫുള്ളല്ല. കുറച്ച് കീറിയിട്ടുള്ള പച്ചമുളക്, ഈ അറ്റം മാത്രം കീറിയിട്ടുള്ള പച്ചമുളകാണ് ഇടുന്നത്. ഞാൻ ഇവിടെ ഇട്ടൊന്ന് പതുക്കെ ഒന്ന് മിക്സ് ചെയ്യാം. ഇതെല്ലാം ഞാൻ ഇപ്പം മിക്സ് ചെയ്തിട്ടുണ്ട്. ഇനി ഒരു തീ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ച് ഒരു 5 മിനിറ്റ് ഒന്ന് അടച്ചു വയ്ക്കാം. ഒരു 2 മിനിറ്റ് കഴിഞ്ഞിട്ട് ഒന്ന് ഇളക്കി വിടുക. മീൻ പൊടിയരുത്, ഒന്ന് ശ്രദ്ധിക്കാം. മസാലയൊക്കെ നല്ലപോലെ പൊതിഞ്ഞിട്ടുണ്ട് മീനിൽ.
നമുക്കിനി കുറച്ച് 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം. ഫിഷ് വേവിച്ചെടുക്കാം. ഫിഷ് എളുപ്പത്തിൽ വേകണതാണ്, ചിക്കൻ പോലെയൊക്കെ അല്ല. ഞാൻ ഈ വെള്ളം നമ്മുടെ ജാറ് വാഷ് ചെയ്ത് വെച്ചതാണ്. മല്ലിയിലയൊക്കെ ആ മസാല എടുത്തിട്ട് ജാറ് വാഷ് ചെയ്ത വെള്ളമാണ്. അതാണ് ഗ്രീൻ കളറിലിരിക്കുന്നത്. അത് ഒഴിക്കാം. ഒന്ന് പതുക്കെ പൊടിയാതെ മിക്സ് ചെയ്തിട്ട് ഒന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് കൂടെ ഒന്ന് തിളപ്പിച്ച് വേവിച്ച് മാറ്റാം. ഈ സമയം നിങ്ങൾ ഉപ്പ് നോക്കുക. നമ്മുടെ മുഗ്ലായി ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്, തിളയ്ക്കുന്നുണ്ട്. നമുക്കിനി സ്റ്റവ് ഓഫ് ചെയ്യാം. ഇത് ഭയങ്കര ടേസ്റ്റാണ്. ഇതാരും തന്നെ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ലെന്നാണ് തോന്നുന്നത് എനിക്ക്. അത്രയ്ക്കും ഇത് നല്ല രുചിയുള്ളതാണ്. ഇത് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ ടേസ്റ്റിയായ ഫിഷ് മുഗ്ലായി ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ തന്നെ ആകും. മറ്റേ മസാല അല്പം ഡ്രൈ ആകാൻ തന്നെ സമയമാകും. അതല്പം മുരിഞ്ഞിട്ട് നിങ്ങൾ ചെയ്താൽ മതിയാകും. എളുപ്പത്തിൽ തന്നെ നമുക്ക് ടേസ്റ്റിയായ ഫിഷ് മുഗ്ലായി കിട്ടും. നിങ്ങളിത് നല്ല ചാറ് കാണത്തില്ല, ഒന്ന് കുറുകിയ ചാറോടുകൂടെയാണ് മാറ്റേണ്ടത്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്